വൈറ്റ് ബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇത്രയും നാളും ഡിഗ്രി ലെവൽ ഫിസിക്സ് ക്ലാസ്സസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനി മുതൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ MSc ലെവൽ ഫിസിക്സ് ക്ലാസ്സസും അതേപോലെ തന്നെ +1 +2 സ്റ്റുഡൻസിന് ഫിസിക്സ് ക്ലാസ്സസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് +1 കാരുടെ ഫിസിക്സ് ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ആ ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ സിലബസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു വിടാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, SI യൂണിറ്റ്സ്, ഇവയൊക്കെ നിങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എറർ അനാലിസിസ്. നമ്മുടെ ഫിസിക്സിൽ പ്രാക്ടിക്കൽ പർപ്പസസ് ആയാലും നമ്മൾ മെഷർമെൻറ്റ് എവിടെ എടുക്കുന്നോ അവിടെയൊക്കെ നമുക്കൊരു എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ എറർ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഈ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, വേർനിയർ കാലിപ്പർ മുതൽ സ്ക്രൂ ഗേജ്, അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സും അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് ഞാനിത് പറഞ്ഞത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫിസിക്സ് എന്ന് നോക്കാം. എന്താണ് ഫിസിക്സ്? ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ഫിസിക്സ് ആയിരിക്കും ഉണ്ടാവുക. എന്താ പറയുക, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിനകത്തും എന്താണ് നമ്മുടെ ഈ ഒരു ഫിസിക്സ് ആണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ. ഒരു ബുക്ക് ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതങ്ങനെ സ്റ്റേഷനറി ആയിട്ട് അതിന് അവിടെ തന്നെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത്, മഴവില്ല് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് തൊട്ട് പല കാര്യങ്ങളിലും ഫിസിക്സ് ആണ് അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന നാച്ചുറൽ ഫിനോമിന അതിനെ ഒരു മെഷർമെൻറ്റ് ചെയ്ത് ഒരു അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു സ്റ്റഡി, അതാണ് ആക്ച്വലി നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിസിക്സിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഒരു ടേം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബൈ ഡെഫിനിഷൻ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഒരു സ്കെയിൽ തന്നു, അതേപോലെ ഒരു റോഡ് തന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ് ആ റോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, നീളം കണ്ടുപിടിക്കാൻ. റോഡാവണം എന്നില്ല, എന്ത് ഒബ്ജക്റ്റും ആകാം, അതിൻ്റെ നീളമോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്കെയിൽ എടുത്തിട്ട്, ഇപ്പോൾ ഈ ഒരു പെന്നാണെങ്കിൽ ഈ പെന്നിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഒരു സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് എവിടെ മുതൽ ആ ഒരു സ്കെയിലിലെ മെഷർമെൻറ്റ് ഞാൻ എത്രയുണ്ടെന്നുള്ളത് നോക്കും അല്ലേ. അപ്പോൾ ആക്ച്വലി ഇവിടെ ഞാൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പെന്നിൻ്റെ നീളമാണ് അല്ലേ, ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്തിനെയാണോ നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്നത്, മെഷർമെൻറ്റിലൂടെ എന്തിനെയാണോ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അതാവണം നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ലെങ്ത് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ വെയിറ്റ് നോക്കുകയാണ്, ഡോക്ടർ പറഞ്ഞു വെയിറ്റ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തിനെയാണ് അളന്ന് നോക്കുന്നത്? നിങ്ങളുടെ വെയിറ്റിനെയാണ്. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? വെയിറ്റ് ആണ്. അപ്പോൾ ഇനി കാർ ഓടിക്കുന്നു, അതിൽ സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ കാറിൻ്റെ സ്പീഡ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അതവിടെ? സ്പീഡാണ് അവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്തിനെയാണോ നമ്മൾ അളന്ന് നോക്കുന്നത്, മെഷർ ചെയ്ത് നോക്കുന്നത്, അതായിരിക്കും നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് ലെങ്ത് ആവാം, ടൈം ആവാം, സ്പീഡ് ആവാം, ആക്സലറേഷൻ ആവാം, എന്തും ആകാം. ഇനി ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തരം തിരിക്കാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. രണ്ടെണ്ണമാണുള്ളത്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതേപോലെ തന്നെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്.
അപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇനി എന്താണ് ഫണ്ടമെന്റൽ, എന്താണ് ഡിറൈവ്ഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അതായത് ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക ബേസിക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന്? അതായത് നമ്മളിപ്പോൾ ലെങ്ത്, മാസ്, ടൈം ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് എടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണല്ലേ, മറ്റൊന്നിൽ നിന്നും കണ്ടെത്തുന്നതല്ല അത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പെന്നിന്റെ ലെങ്ത്, ഇതിനെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെയിൽ എടുത്ത് ഇത് അളന്ന് തന്നെ നോക്കണം അല്ലേ, അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റിയിൽ നിന്നും നമുക്ക് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ലെങ്ത്, ടൈം അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് തന്നെ യൂസ് ചെയ്യണം അല്ലേ. ടൈം മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിനെ തന്നെ നമുക്ക് അവിടെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഫണ്ടമെന്റൽ ആയിട്ട് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തേത് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, then temperature, amount of substance, luminous intensity. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൊത്തം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഇത് ഇത്രയും എന്താണ്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. 7 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. ഇതിന് ഓരോന്നിനും നമുക്ക് എന്തുണ്ട്? SI യൂണിറ്റ്സ് ഉണ്ട്. ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മാസിന്റെ വരുമ്പോഴത്തേക്കിനും കിലോഗ്രാം ആണ്. ടൈം വരുമ്പം സെക്കൻഡ്സ് ആണ്. ഇലക്ട്രിക് കറന്റ് വരുമ്പം ആംപിയർ ആണ്. ദെൻ ടെമ്പറേച്ചർ വരുമ്പോൾ കെൽവിൻ, amount of substance is mole, and finally luminous intensity is candela. Okay, so ഇങ്ങനെയാണ് ഇതിന്റെ SI യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയാണ് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാനുള്ളത്. അപ്പോൾ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ദെൻ ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി, ഓരോന്നിൻ്റെ SI യൂണിറ്റ്സ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്, ഓർത്തിരിക്കുക. ഇനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്, റിസൾട്ടായിട്ട് കിട്ടുന്നതായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ സ്പീഡ് എടുക്കുന്നു. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദൂരം എന്ന് വെച്ചാൽ അതെന്താണ്? ഒരു സോർട്ട് ഓഫ് ലെങ്ത് അല്ലേ. അപ്പോൾ ഇത് ലെങ്തിന്റെ ഒരു ഇതാണ്, ഫോമാണ്. ടൈം അതും ഇറ്റ്സെൽഫ് അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തിൽ നിന്നാണ്? ലെങ്തും ടൈം എന്ന് പറയുന്ന 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പീഡ് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ നമുക്ക് എന്താന്ന് പറയാം? ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെയാണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതും എന്താണ്? വെലോസിറ്റി. അപ്പം പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് സ്പീഡും വെലോസിറ്റി സെയിം ആണ്. അല്ല, വെലോസിറ്റിയും സ്പീഡും ഡിഫറെൻ്റ് ആണ്. വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആവുന്നത്? അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം ഇത്രയും കേൾക്കാം. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റിയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് ആക്ച്വലി സ്പീഡ്. അത് ഞാൻ അടുത്ത സ്കെയിലാർ ആൻഡ് വെക്ടർ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിത് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്തുണ്ട്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള മറ്റൊന്നാണ് ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെന്റം,
ഈ പറയുന്നതൊക്കെ എന്താണ്? ഈ 7 എണ്ണം ഒഴിച്ച് ബാക്കി ഏത് ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് എന്തായിരിക്കും അത് ഡിറൈവ്ഡ് ആയിരിക്കും. ഫണ്ടമെന്റൽ അല്ലാത്ത ഏത് ക്വാണ്ടിറ്റി എടുത്താലും അതെന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. ഒരുപാട് ലെങ്ത് വീഡിയോ ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് കുറച്ച് ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ടിൽ ദെൻ ബൈ.